കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വേണ്ടി മീഡിയ വൺ മാധ്യമം വെബ് മിനിസ്റ്റർ അവാർഡിനായി ആവേശപൂർവ്വമാണ് ജനങ്ങൾ SMS-ലൂടെ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിനായി പല വാദങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ രംഗത്തെത്തുന്നത്. കോട്ടയം തിരുവഞ്ചൂർ സ്വദേശിയായ രാധാകൃഷ്ണനെ MLA ആയും മന്ത്രി പദവിയിലും ആദ്യമായി കോട്ടയം നിയോജകമണ്ഡലത്തിന് ലഭിച്ചത് ഇത്തവണയാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഏക മന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ. ഭരിച്ച ഓരോ വകുപ്പിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ആളെന്ന് വെസ്റ്റ്മിനിസ്റ്റർ വോട്ടർമാർ പറയുന്നു. കോട്ടയത്തെ പുതിയ റെയിൽവേ മേൽപ്പാലങ്ങൾ, നിരവധി റോഡുകളുടെ വികസനം, സർക്കാർ ആശുപത്രികളുടെ നവീകരണം തുടങ്ങിയവ വെസ്റ്റ്മിനിസ്റ്റർ അവാർഡിനായുള്ള വോട്ടിന്റെ കാരണങ്ങളായി ഇവർ നിരത്തുന്നു. 2 മേൽപ്പാലങ്ങൾ അദ്ദേഹത്തിന് ശ്രമഫലമായി മൂലയിടത്തും കുമാരല്ലൂരുമായി പണിയെടുപ്പിക്കാൻ സാധിച്ചു. പടിഞ്ഞാറൻ ബൈപ്പാസ് ആണെങ്കിലും കോറിഡോർ ആണെങ്കിലും അതിനുള്ള വികസന റോഡുകൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. വളരെയധികം വികസന പ്രവർത്തനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കോട്ടയത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തു. കോട്ടയത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ റവന്യൂ, ആഭ്യന്തരം, വിജിലൻസ്, വനം, പരിസ്ഥിതി, ഗതാഗതം, കായികം, സിനിമ തുടങ്ങിയ വകുപ്പുകളിൽ നൂതന ആശയങ്ങളും പദ്ധതികളും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടപ്പാക്കിയെന്ന് അവർ പറയുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണവും കേരളത്തിൽ നടന്ന ദേശീയ ഗെയിംസിന്റെ നടത്തിപ്പും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങ് ജനകീയമാക്കിയതും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേട്ടങ്ങളാണെന്നാണ് അവരുടെ അഭിപ്രായം. കഴിഞ്ഞ കാലങ്ങളിൽ ഒഴുകാത്ത ഓടയും പൊട്ടിയ സ്ലാവുകളുമായിരുന്നു. ഇന്നതെല്ലാം മാറി നല്ലപോലെ ടൈലുകളെല്ലാം വിരിച്ച് അതെല്ലാം നല്ലൊരു ഫുട്പാത്ത് ആക്കിയെടുക്കാൻ അദ്ദേഹത്തിന് മാറ്റി. അതുപോലെ റോഡുകളുടെ വികസനമായാലും ആശുപത്രികളുടെ വികസനമായാലും ജില്ലാ ആശുപത്രികളിൽ തന്നെ അദ്ദേഹത്തിന് MLA ഫണ്ട് ഉപയോഗിച്ച് വളരെയധികം മികച്ച പ്രവർത്തനങ്ങൾ അവിടെ നടത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മീഡിയ വൺ മാധ്യമം ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡിനായി കോട്ടയത്തുകാരും ആവേശപൂർവ്വം പങ്കെടുക്കുന്നുവെന്ന ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നു തന്നെ വ്യക്തം. മീഡിയ വൺ, കോട്ടയം.